ആനകദുന്ദുബി അതിനെ തന്റെ ഉത്തരീയാഞ്ചലത്തിൽ പുതപ്പിച്ച് മാറോടടുക്കി പിടിച്ചുകൊണ്ട് കാരാഗൃഹത്തിന്റെ കവാടദ്വാരത്തിലേക്ക് മന്ദം മന്ദം നടന്നു. അത്ഭുതം! ആ ഇരുമ്പുവാതിൽ തുറന്നുകിടന്നു. കാവൽക്കാരൻ കൂർക്കം വലിച്ചു നിന്ന നിലയ്ക്ക് നിന്നുറങ്ങുകയും ചെയ്യുന്നു. വസുദേവർ ബന്ധനാലയത്തിന് പുറത്തു കടന്നു. അപ്പോഴും ഇടിവെട്ടി മഴ പെയ്യുന്നുണ്ട്. ആദിശേഷൻ ഫണമണ്ഡലം വിടർത്തി ആഗമക്കാതലിനെ കുടയായി പിടിച്ചു. ഇന്ദ്രൻ മിന്നലുകൾ മിന്നിച്ചു വഴിനീളെ വെളിച്ചം തെളിച്ചു കാണിച്ചു. ആനകദുന്ദുബിയോടൊപ്പം ആകാശത്തുകൂടി അമരന്മാരും യക്ഷഗന്ധർവ കിംപുരുഷന്മാരും അവരുടെയെല്ലാം മുമ്പിലായി വിരിഞ്ച മഹേശ്വരന്മാരും നീങ്ങിക്കൊണ്ടിരുന്നു. വഴിനീളെ വാനവർ മലർജ്വാലങ്ങളും പൊഴിച്ചുകൊണ്ടിരുന്നു. ത്രിഭുവനനാഥന്റെ എഴുന്നള്ളിത്തിന് അവർ അമ്പരവീഥിയിൽ അകമ്പടി സേവിച്ച് ആ പുണ്യമഹോത്സവം നയിക്കുകയാണ്. അവതാരത്തിൽ ശ്രേഷ്ഠമായ കൃഷ്ണാവതാരത്തിന്റെ അത്യത്ഭുത പ്രഥമ ലീലകൾ കണ്ട് അവർ ആനന്ദിക്കുകയാണ്.